ഓണം വെക്കേഷൻ അവസാനിച്ചു. ഇന്ന് തന്നെ മിക്കവാറും നിങ്ങൾക്ക് ഓണപരീക്ഷയുടെ എല്ലാ വിഷയങ്ങളിലും ആൻസർ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം 2 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആൻസർ പേപ്പറാണ് കിട്ടിയത്, അതിൽ ഓരോ സബ്ജക്റ്റിലും എത്ര മാർക്കാണ് നിങ്ങൾ നേടിയത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. വെൽക്കം ടു എജുപോഡ് ക്ലാസ് 8. ഇറ്റ്സ് മീ യുവർ നാഫി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വിചാരിച്ചൊരാഗ്രഹിച്ച മാർക്കൊന്നും ചിലപ്പോൾ ഓണപരീക്ഷ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുന്നില്ല. ഇപ്പോൾ പിന്നെ സോഷ്യൽ 40 ഒരു 15 മാർക്കായിട്ടുണ്ടാവാം, മാത്സ് 40 ഒരു 12 മാർക്കായിട്ടുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിച്ചൊരു മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും ഞാൻ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് കഷ്ടപ്പെട്ടതിൻ്റെ, നിങ്ങൾ ഓണം എക്സാമിന് സമയത്ത് നിങ്ങൾ എത്രയാണോ എഫേർട്ട് ഇട്ടത്, നിങ്ങൾ എത്രയാണോ കഷ്ടപ്പെട്ടത്, എക്സാമിന് തലേന്ന് മാത്രമാണ് പഠിച്ചെങ്കിലും എന്താണെങ്കിൽ കൂടി നിങ്ങളുടെ എഫേർട്ടിൻ്റെയും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും ഒരു മാർക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ കാണാൻ സാധിക്കുന്നത്. അതിന് ഓൾറെഡി ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാട്ടോ. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും നിങ്ങളുടെ എഫേർട്ടിൻ്റെയും നിങ്ങളുടെ അധ്വാനത്തിൻ്റെയും ഒരു ഫലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ കാണാൻ പറ്റുന്നത്. ഞാൻ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇട്ടിരുന്ന എഫേർട്ട് ഒന്നും കൂടി കൂടുതലായിട്ട് ഇട്ടിരുന്നെങ്കിൽ, നിങ്ങൾ ആ പഠിക്കാനെടുത്ത സമയം ഒരു 10 ദിവസം മുന്നേ പഠിക്കാൻ എടുത്തിരുന്നെങ്കിൽ, നിങ്ങൾ കുറച്ചും കൂടി അധികം സമയം പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓണം എക്സാമിന് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയേനെ. പക്ഷേ നിങ്ങൾ എക്സാമിൻ്റെ തലേന്നത്തെ ലൈവ് മാത്രം കണ്ടു, എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു. നിങ്ങളൊരു കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എക്സ്പെക്റ്റഡ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച മാർക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടിയെന്ന്. പല കുട്ടികൾക്കും വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, ഓക്കെ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇടണ്ട. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കാണിക്കേണ്ട ഒരു എഫേർട്ട് നിങ്ങൾ ഓണം എക്സാമിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. ശരിയല്ല മക്കളെ? അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ചെയ്തു. ഇനി ഒരു 100 ദിവസം കൂടി എന്തിനു ബാക്കിയുണ്ട്? ക്രിസ്മസ് എക്സാമിനുണ്ട്. ആ 100 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, കൃത്യമായ പ്ലാനോട് കൂടി പഠിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യത്തെ കാര്യം, നിങ്ങൾ ഞാൻ പഠിക്കും എന്നൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എജുപോഡ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ എജുപോഡ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.ejupote എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എങ്ങനെ നേരിടണം, ഓണം എക്സാമിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അറിയുന്ന ഒരു കിഡ്ലൻ സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഈ സ്റ്റഡി പ്ലാനിൻ്റെ ലൈവ് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ ഓൺ ആക്കുക. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എഫേർട്ട് ഇടുക. ആഴ്ചയിൽ ഒരു 5 ദിവസം 2 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ പറ്റും. നിങ്ങൾ എജുപോഡ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ കൂടെയാണ് പഠിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി 100% ആയിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് കിട്ടും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്, ഞാൻ തരുന്ന വാക്കാണ്. നിങ്ങൾ എജുപോഡ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ തേടിയെത്തും. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക, എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെ തേടി വരും. സോ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ nafi.ejupote എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.